ഈ വീഡിയോ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ക്വിക്ക് ആയിട്ട് കുറച്ച് വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രംപ് കൂടുതൽ പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ മേളിൽ. അതായത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് 3 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നറ്റാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ, ഈ 3 സ്ഥലങ്ങളാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ 3 സ്ഥലങ്ങളും ഇറാന്റെ ന്യൂക്ലിയർ റിസർച്ച് സെന്ററുകൾ ഉള്ള സ്ഥലങ്ങളാണ്. ഈ 3 സ്ഥലങ്ങളും അമേരിക്ക അടിക്കുന്നില്ല, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇസ്രായേൽ ഈ സ്ഥലങ്ങൾ കൃത്യമായിട്ട് തുല്യതയോടുകൂടി പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി ഇറാനിലെ ആയത്തുൽ ഖമനേയ്ക്ക് ഇരുപ്പുറയ്ക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം റഷ്യ ഒരു മറുപടിയും പറഞ്ഞില്ലേ? ഇതിൽ റഷ്യയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യ പറഞ്ഞത് അതൊരിക്കലും പാടില്ല, ഇത് വിപരീതമായിട്ടുള്ള പല രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിന് വഴിവെക്കും, മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ജിയോ പൊളിറ്റിക്സ് രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അത് അത്ര നല്ലതല്ല, അത്ര പോസിറ്റീവായിരിക്കില്ല എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഖമനേയി പറഞ്ഞിരിക്കുന്നത് അഥവാ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എങ്കിൽ അത് ഞങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും, ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്യും എന്നാണ് പ്രോമിസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇറാനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കാല് പിടിക്കുകയാണ്, അറ്റാക്ക് ചെയ്യല്ലേ എന്നുള്ളതാണ്. കാരണം ഇറാനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അമേരിക്ക ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, അവിടെ പോയി ഇറാന്റെ പൊതുജനങ്ങളെ ആരും യുദ്ധം എന്നുള്ള നിലയിൽ അറ്റാക്ക് ചെയ്യാൻ, ഇപ്പൊ ഗാസയെ അറ്റാക്ക് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്യുന്ന പോലെയോ അല്ല അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ ഇറാന്റെ ഈ ഒരു IRGC എന്ന് പറഞ്ഞ ഈ ഒരു റെജിമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ 3 സ്ഥലങ്ങൾ, നറ്റാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ ഈ 3 സ്ഥലങ്ങളാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രിസൈസ് അറ്റാക്കാണ് ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ ന്യൂക്ലിയർ പ്ലാന്റുകൾ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, അതിനേക്കാളും അതിരൂക്ഷമായ നിലയിൽ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ ഓപ്പൺ സപ്പോർട്ട് ഇത്തവണ കൂടെയുണ്ട് ഇസ്രായേലിന്റെ ഒപ്പം. അതുകൊണ്ട് ഇസ്രായേൽ തകർത്തടിക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് B2 ബോംബറും കൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് സംഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 6 കമ്പനികൾക്കെതിരെ അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 6 കമ്പനികൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇറാൻ ഡ്രോൺ മിഷൻസ് പർച്ചേസ് ചെയ്ത കമ്പനികളാണിത്. ഈ 6 കമ്പനികളും ചൈന, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 10,000 ഡ്രോൺ മിഷൻസ് ആണ് ടോട്ടലി സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് UAE നിന്നും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സപ്ലൈ പോയിട്ടുണ്ട്. അതായത് ഈ UAE എന്ന് പറഞ്ഞാൽ അവർ രാജ്യത്തിൽ നിന്നും ഇത് രാജ്യത്തിലോട്ട് കൈമാറുന്നതല്ല. ഈ ഡ്രോൺ മിഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മിഷനാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ ബില്ലിട്ട് ആർക്ക് വേണമെങ്കിലും സപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ഇന്റലിജൻസ് ഇത് ഇങ്ങനെ പോയിട്ടുള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ UAEയുടെ മേളിലോ ചൈനയുടെ മേളിലല്ല സാങ്ഷൻസ്, അവിടെ പ്രവർത്തിക്കുന്ന ചില സ്പെസിഫിക് കമ്പനികൾ, ആ കമ്പനികളുടെ പേരിലാണ് ഈ ഒരു സാങ്ഷൻ വന്നിരിക്കുന്നത്. ഇറാൻ കുഡ്സ് ഏവിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇറാനിൽ നിന്നും ഈ മോട്ടോഴ്സ് എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇറാനിയൻ കമ്പനിയാണ്. ഈ കമ്പനിക്കും സാങ്ഷൻ ഉണ്ട്. ഈ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്തതിന്റെ പേരിലാണ് മറ്റുള്ള 6 കമ്പനികൾക്ക് സാങ്ഷൻസ് വന്നിരിക്കുന്നത്. മഹാജർ 6 എന്ന് പറഞ്ഞ ഡ്രോണിന് സപ്ലൈ നൽകിയ കമ്പനിയാണ് റോഷ് എന്ന് പറഞ്ഞ കമ്പനി. ഷിബോ സെൻബോ എന്ന് പറഞ്ഞ കമ്പനി ചൈനീസ് കമ്പനിയാണ്. ഈ കമ്പനിയും ഇറാന്റെ ഡ്രോണിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇൻഫ്രാകോം എന്ന് പറഞ്ഞ കമ്പനിയും ഡയമണ്ട് കാസിൽ എന്ന് പറഞ്ഞ കമ്പനി, 2 കമ്പനിയും UAE-യുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളാണ്. ഇത് UAE-യിലുള്ള ഈ കമ്പനികൾക്കെതിരെയും സാങ്ഷൻസ് വന്നിട്ടുണ്ട്. ഇറാൻ കുറച്ച് മിസൈലൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, റെഡി ടു ഫയർ എന്നാണ് കാണിക്കുന്നത്. അതായത് അമേരിക്ക ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ അപ്പൊ തന്നെ ഇത് മിസൈൽ വിന്യസിക്കുന്നതായിരിക്കും എന്നുള്ള നിലയിലാണ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അവർ മിസൈലുകളൊക്കെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പല രീതിയിലും കാല് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. അതായത് അടിക്കല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കാതെ ചോദിക്കുകയാണ്, കരഞ്ഞു വീണ് ചോദിക്കുകയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു പത്രത്തിൽ തന്നെ പല തവണയാണ് ഈ ന്യൂസ് ഇങ്ങനെ വന്നിരിക്കുന്നത്, അതായത് അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇപ്പൊ ഒരു പത്രത്തിൽ ഒരു തവണ പോരെ. അപ്പൊ ഇതുപോലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രമാത്രം ഫിയർഫുൾ ആണ് അവിടെ. പിന്നെ ട്രംപ് അബ്ദൽ ഫത്താ അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2 വിഷയങ്ങളാണ് സംസാരിച്ചത്. ഒന്ന്, ഗാസ സൈനായിൽ കൊണ്ട് താമസിപ്പിക്കുന്ന ആ ഒരു പരിപാടി സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്, അതായത് ഗാസയുടെ ഫ്യൂച്ചർ, ഗാസ ജനങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഹൂത്തികൾ, അതായത് ഹൂത്തികളെ കൺട്രോൾ ചെയ്യാൻ അമേരിക്ക നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അഥവാ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയാണ്, ഈജിപ്ത്. നിനക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഈ സൂയസ് കനാലിന് വരുന്ന ആ ഒരു ഫണ്ട്, ആ ഒരു ടാക്സ്, ആ പിരിവ് നിനക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. പക്ഷെ ഇവിടെ ഞാനാണ് പൈസ മുടക്കിയത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നീ ഗാസയിൽ അവിടെ സൈനായി ഭാഗത്ത് കൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നീ മിലിറ്ററി വിന്യാസം നടത്തിക്കൊണ്ട് ഈ തോന്നിയവാസ പരിപാടി കാണിക്കരുത്. അവിടെ നിന്ന് എത്രയും വേഗം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഗാസയിലെ ജനങ്ങൾ അവിടെ വന്നിട്ട് ടെന്റ് അടിച്ചോ എന്താണെന്ന് വെച്ചാൽ അവിടെ സൈനായി ഭാഗത്ത് താമസിച്ചോട്ടെ എന്നുള്ള നിലയാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സിസി ഇത് കേട്ടോണ്ട് അവിടെ ഇരിക്കത്തില്ലല്ലോ. ഇനിയിപ്പോ ഉടനെ തന്നെ
ഉടനെ തന്നെ സൗദിയെ വിളിച്ച് സംസാരിക്കും, ഖത്തറിൽ സംസാരിക്കും, UAE സംസാരിക്കും, ഇങ്ങനെ പലരെയും വിളിച്ച് സംസാരിച്ചിട്ടേ ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഉടനെ തന്നെ സൗദി അറേബ്യ, UAE, ഖത്തർ 3 രാജ്യങ്ങൾ സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, മറ്റും ചില രാജ്യങ്ങളും കൂടെ സന്ദർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രാഥമികമായിട്ട് ഈ ഒരു 3 രാജ്യങ്ങൾ സന്ദർശിക്കും. അമേരിക്കയുടെ ഖത്തറിലുള്ള ബേസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബേസുകൾ പോലെയല്ല. അവിടെ സെൻകോമിന്റെ യൂണിറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖത്തറിലെ ബേസിൽ സെൻകോമിന്റെ യൂണിറ്റ് അവിടെ ഉണ്ട്, അതായത് സെൻട്രൽ കമാൻഡിംഗ് യൂണിറ്റ്. അവിടെ നിന്ന് വേണമെങ്കിലും ഗ്ലോബലി എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ അമേരിക്കയ്ക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും, അവിടെ നിന്ന് കമാൻഡ് കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അമേരിക്കയിലെ പെന്റഗണിൽ ഇരുന്ന് ചെയ്യേണ്ട പ്രവൃത്തി അവർക്ക് ഖത്തറിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് ഇതിന്റെ അർത്ഥം. ഹെസ്ബുള്ളയുടെ ഒരു ചീഫ് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം, ഹസൻ ബദർ എന്ന് പറഞ്ഞ വ്യക്തി. ഈ വ്യക്തി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇയാൾ മാത്രമല്ല, ഖുദ്സ് ഫോഴ്സിൽ ബന്ധപ്പെട്ട ഇറാൻ ഖുദ്സ് ഫോഴ്സിൽ ബന്ധപ്പെട്ട 2 വ്യക്തികളും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ഇസ്രായേലിന്റെ ഈ ലെബനാൻ അറ്റാക്കിൽ. അതായത് ഹിസ്ബുള്ളയെ ഇങ്ങനെ വേറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇസ്രായേൽ ഇന്ന് നോർത്തേൺ ഗാസ ഭാഗത്ത് ഇവാക്യുവേഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, സെദരത്തിന്റെ ഭാഗത്ത്, സെദരത്ത് എന്ന് പറഞ്ഞ സദൻ ഇസ്രായേലിന്റെ ഭാഗത്ത് റോക്കറ്റ് ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഒരു നോർത്തേൺ ഗാസ ഭാഗത്തു നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് അവിടെ എവാക്യുവേഷൻ ഓർഡർ കൊടുത്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് മൊത്തത്തിൽ കാലിയാക്കിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടന്നതിൽ തന്നെ ഏറ്റവും വലിയ എവാക്യുവേഷൻ ആയിട്ട് കരുതപ്പെടുന്നത് റഫ എവാക്യുവേഷൻ ആണ്. അത് ഇന്നലെയാണ് സംഭവിച്ചത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് അവിടെ നിന്ന് പലായനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് തന്നെ ഇപ്പം നോർത്തേൺ ഗാസ ഭാഗത്തും ഈ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് IDF. ആ IDF പ്ലാൻ ചെയ്തത് റഫ എംറ്റി ആക്കുക, പിന്നെ ഖാൻ യൂനിസ് എംറ്റി ആക്കുക, അത് കഴിഞ്ഞാൽ നെറ്റ്സരീം കോറിഡോറിന്റെ അപ്പുറത്തെ ഭാഗം ക്ലീൻ ആക്കുക. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെൻട്രൽ ഗാസ ഫോക്കസ് ചെയ്ത് വരാം എന്നാണ് ഇവരുടെ പ്ലാൻ. പക്ഷെ ഇപ്പം ഖാൻ യൂനിസിന് മുമ്പേ ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കും എന്ന് പറഞ്ഞിട്ട് സ്വമേധയാ റോക്കറ്റ് വിട്ട് നോർത്തേൺ ഗാസയിലുള്ള ആൾക്കാർ ഇപ്പൊ ഇറങ്ങി പോകേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ $1.4 ബില്യൺ സ്പെൻഡ് ചെയ്ത് $1.4 ബില്യൺ സ്പെൻഡ് ചെയ്ത് ജോർദാന്റെ ബോർഡറിൽ മൊത്തത്തിൽ ഫെൻസിങ് അടിക്കാനുള്ള പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതായത് ആ രീതിയിൽ ഇപ്പം വെച്ചിരിക്കുന്ന ഒരു ഫെൻസിങ് ശരിയല്ല, നല്ല രീതിയിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബോർഡർ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജെറുസലേമിന്റെ ഉള്ളിൽ ബന്ദികളെ വിട്ടുകിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് നടന്നു. അതിനകത്ത് 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്റർണൽ ആയിട്ട് നടക്കുന്ന ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂവിലാണ് 20 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 9 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു തീവ്രവാദത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിൽ നിന്നും സ്വീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനെ വ്യക്തമായിട്ട് പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആണ്. അപ്പൊ ഇതിനകത്ത് അതിലുപരിയായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു കോൺട്രാക്ട് പാലസ്തീനിയൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് വെച്ചിട്ടുണ്ട്. അത് പല റിസർച്ച് വർക്കുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലസ്തീനിയൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള കോൺട്രാക്ട് വെച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏത് രീതിയിൽ നോക്കിയാലും ഈ ഒരു ഫണ്ടിങ്, അതായത് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാനുള്ള ഫണ്ടിങ് റിസീവ് ചെയ്തിട്ടുണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഷിൻബെറ്റിന്റെ പുതിയ നേതാവായിട്ട് നേവൽ ഓഫീസർ ആയിട്ടുള്ള വ്യക്തിയെ തെരഞ്ഞെടുത്തതിനെ ചൊല്ലി നെതന്യാഹുവിന്റെ ഭരണകക്ഷിക്കുള്ളിൽ തന്നെ കോalition ആയിക്കോട്ടെ, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് ഇനി നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് അവിടെ ഇന്റർണൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തി അതിൽ ചെറിയ അമിക്കബിൾ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ടെന്നാണ് വാർത്ത പുറത്തു വരുന്നത്. അതായത് നെതന്യാഹു സെലക്ട് ചെയ്ത ഈ ഒരു നേവൽ ഓഫീസർ ആയിട്ടുള്ള ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും എല്ലാവരും ഐക്യകണ്ഠേന സമ്മതം അറിയിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് മിഡിൽ ഈസ്റ്റ് ഭാഗത്തുള്ള സമഗ്രമായ അപ്ഡേറ്റ്. അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.